ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ അടുത്തിട്ടുണ്ട്. 29-ാം തീയതിയാണ് പെരുന്നാൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷോർട്ട് വീഡിയോയിൽ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഒരപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ശർക്കരയിൽ ചെയ്തതല്ല, പഞ്ചസാരയിലാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ആണ് ഈ ഒരപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാനായിട്ട് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. വറുത്ത അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഒന്ന് അടിച്ച് പതപ്പിച്ചിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം കുറച്ച് ജീരകപ്പൊടി, പെരുംജീരകമല്ല സാധാ ചെറിയ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂ നട്ട് ആവശ്യത്തിന്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, അരിയില്ലാത്ത മുന്തിരിയാണ്, ഞാൻ ഇവിടെ കറുത്ത മുന്തിരിയാണ് എടുത്തേക്കുന്നത്. പായസത്തിൻ്റെ മുന്തിരി ആണെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടി ചേർത്ത് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. നല്ല വെള്ളം പോലെ തന്നെ കടന്നാലും നമുക്കിത് കുറുകി കിട്ടും. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് കുറുകി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതിൽ ചെയ്തെടുക്കുന്നത്. അലുവയൊക്കെ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മുടെ ഒരപ്പം നല്ല ടേസ്റ്റി ആകുന്നത്. അങ്ങനെ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നമ്മൾ തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്പാറ്റുല വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ സ്പാറ്റുലയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം നല്ലതുപോലെ സെറ്റ് ആകാതിരിക്കുമല്ലേ. അപ്പം ഒരപ്പം ആകണമെങ്കിൽ അപ്പത്തിൻ്റെ പോലെ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് കേക്ക് പോലെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് നല്ല വൃത്തിക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് കട്ട് ചെയ്തൊക്കെ എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു ഷേപ്പിലൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ സെറ്റ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടെ കാഷ്യൂ നട്ടും കുറച്ച് മുന്തിരിയും കൂടെ ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ട് ഇതിന് പുറത്തോട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ലാസ്റ്റുള്ള അലങ്കാര പണിയും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത കടമ്പയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാത്രത്തിലേക്ക് അതൊന്ന് ഇറക്കി വെക്കണം. അങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഒരു 30 മിനിറ്റോളം വെച്ച് വേവിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് വല്ലതും ഒന്ന് കുത്തി നോക്കാം. അങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്ക് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് അത് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ എനിക്കിങ്ങനെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് കുറച്ച് തീ അടപ്പിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം വെച്ച് കൊടുത്തതാണ്. പഴമയുടെ ഒരു പലഹാരം എന്നൊക്കെ നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഇതിനെ പറ്റിയിട്ടൊക്കെ മറന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.